ന്യൂസ് അവറിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ കാണാം ആദ്യം. പയ്യന്നൂരിലെ CPM BJP സംഘർഷം. അക്രമത്തിന് ഇരയായവരുടെ വീടുകൾ ജില്ലാ സംസ്ഥാന നേതാക്കൾ സന്ദർശിച്ചു. സംഭവത്തെ തുടർന്ന് BJP ആഹ്വാനം ചെയ്ത ഹർത്താൽ സമാധാനപരം. ഹർത്താലിൽ വലഞ്ഞ മലയോര ജനത. കനത്ത സുരക്ഷയൊരുക്കി പോലീസ്. കൊട്ടത്തലച്ചിമല സാമൂഹ്യ വിരുദ്ധരുടെ സ്വൈര്യവിഹാര കേന്ദ്രമാകുന്നു. പ്രതികൂല സാഹചര്യത്തെ തുടർന്ന് പ്രദേശവാസികൾ സ്ഥലം വിട്ടൊഴിയുന്നതാണ് സാമൂഹ്യ വിരുദ്ധർക്ക് സഹായമാകുന്നത്. വരുമാനത്തിൽ മുന്നിലെത്തിയിട്ടും പഴയങ്ങാടി റെയിൽവേ സ്റ്റേഷനിൽ അടിസ്ഥാന സൗകര്യ വികസനങ്ങൾ മന്ദഗതിയിൽ. പാർക്കിംഗ് ഏരിയയുടെ അഭാവം പ്രദേശത്ത് അപകടങ്ങൾക്ക് വഴിവെക്കുന്നു. തൃക്കരിപ്പൂർ മാത്തിൽ റോഡിന് ശാപമോക്ഷമായി. മാസങ്ങൾ നീണ്ട പ്രക്ഷോഭങ്ങൾക്കൊടുവിലാണ് പ്രശ്നത്തിന് പരിഹാരമാകുന്നത്. പൊതുയിടങ്ങളിലെ മലിനജലം. കുഞ്ഞിമംഗലം മാണ്ടാംകോവിലിലാണ് പകർച്ചപ്പനിക്ക് സ്വാഗതമോദി മലിനജലം നിറയുന്നത്. നടപടിയെടുക്കാതെ അധികൃതർ. ഇറച്ചിക്കോഴിയുടെ വിലയിടിവ് കോഴി കർഷകർക്ക് വയറ്റത്തടിയാകുന്നു. ഇപ്പോഴത്തെ വില നിലവാരത്തിൽ നഷ്ടം 20 രൂപയിലേറെയെന്ന് കർഷകർ. വാർത്തകൾ വിശദമായി. പയ്യന്നൂർ നിയോജക മണ്ഡലത്തിൽ BJP ആഹ്വാനം ചെയ്ത ഹർത്താൽ സമാധാനപരം. രാവിലെ 6 മുതൽ വൈകിട്ട് 6 വരെയായിരുന്നു ഹർത്താൽ. കഴിഞ്ഞ ദിവസം BJP RSS പ്രവർത്തകരുടെ വീടുകൾക്ക് നേരെയുണ്ടായ അക്രമ സംഭവങ്ങളിൽ പ്രതിഷേധിച്ചാണ് BJP ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ 12 മണിക്കൂർ ഹർത്താലിന് ആഹ്വാനം ചെയ്തത്. കഴിഞ്ഞ ദിവസം കക്കമ്പാറയിൽ CPM പ്രവർത്തകർക്ക് നേരെ ബോംബേറുണ്ടാവുകയും തുടർന്ന് പയ്യന്നൂരിലും പരിസര പ്രദേശങ്ങളിലും BJP RSS പ്രവർത്തകർക്ക് നേരെയുണ്ടായ അക്രമത്തിൽ പ്രതിഷേധിച്ചുമാണ് BJP ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പയ്യന്നൂർ മണ്ഡലത്തിൽ ഹർത്താലിന് ആഹ്വാനം ചെയ്തത്. രാവിലെ 6 മുതൽ വൈകിട്ട് 6 വരെ നടന്ന ഹർത്താൽ സമാധാനപരമായിരുന്നു. അനിഷ്ട സംഭവങ്ങളൊന്നും തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. പയ്യന്നൂർ നഗരത്തിൽ കടകമ്പോളങ്ങൾ പൂർണ്ണമായും അടഞ്ഞുകിടന്നു. സ്വകാര്യ വാഹനങ്ങളും ഏതാനും ചില ഓട്ടോറിക്ഷകളും ദീർഘദൂര ബസ്സുകളും മാത്രമാണ് സർവീസ് നടത്തിയത്. സുരക്ഷ കണക്കിലെടുത്ത് പയ്യന്നൂരിലും പരിസര പ്രദേശങ്ങളിലും പോലീസ് സന്നാഹവും ശക്തമാക്കിയിരുന്നു. വിവിധ കേന്ദ്രങ്ങളിൽ പ്രത്യേക ക്യാമ്പും ഒരുക്കിയിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, പയ്യന്നൂർ. വ്യാപാരി ഹർത്താലിന് തൊട്ടടുത്ത ദിവസം തന്നെ BJP ഹർത്താൽ. ദുരിതത്തിലായി മലയോരവാസികൾ. അപ്രതീക്ഷിതമായി വന്ന രാഷ്ട്രീയ ഹർത്താൽ മലയോര മേഖലയെ സാരമായി തന്നെ ബാധിച്ചു. 2 ദിവസം പെട്രോൾ പമ്പ് അടഞ്ഞുകിടന്നതും ജനങ്ങളെ ഏറെ ദുരിതത്തിനിടയാക്കി. പയ്യന്നൂർ മണ്ഡലത്തിൽ മാത്രം ഹർത്താൽ നടന്നതുകൊണ്ട് കാസർഗോഡ് ജില്ലയിലെ മലയോര മേഖലകളായ ഈസ്റ്റ്, വെസ്റ്റ് എളേരി പഞ്ചായത്തുകളിൽ നിന്നും ചെറുപുഴ, പുളിങ്ങോം, പയ്യന്നൂർ ഭാഗത്തേക്ക് പോകേണ്ട യാത്രക്കാരാണ് ഏറെ പറഞ്ഞത്. ഏറെ രാത്രിയാണ് ഹർത്താൽ പ്രഖ്യാപനം വന്നത് എന്നതുകൊണ്ട് തന്നെ പലരും സംഭവം അറിഞ്ഞില്ല. മിക്കവരും ചെറുപുഴയിലും മറ്റും വന്ന് തിരിച്ചു പോകേണ്ട സ്ഥിതിയുമുണ്ടായി. ഇതേ അവസ്ഥ തന്നെയാണ് ആലക്കോട് ഭാഗത്തു നിന്ന് വന്നവർക്കും സംഭവിച്ചത്. ആലക്കോട് ഭാഗത്തു നിന്നും വരുന്ന ബസ്സുകളും പെരിങ്ങോം വരെയും, കാസർഗോഡ് ഭാഗത്തു നിന്ന് വരുന്ന ബസ്സുകൾ പാലാവയൽ, അരയിരത്തി വരെയുമാണ് സർവീസ് നടത്തിയത്. ഹർത്താൽ പൊതുവെ സമാധാനപരമായിരുന്നു. എല്ലാ ടൗണുകളും പോലീസ് പിക്കറ്റിംഗും ഏർപ്പെടുത്തിയിരുന്നു. സ്വകാര്യ വാഹനങ്ങൾ നിരത്തിലിറങ്ങി. ഒരു ദിവസത്തെ കടയടപ്പ് സമരവും പെട്രോൾ പമ്പ് സമരവും ഇന്നത്തെ ഹർത്താലും കൂടിയായപ്പോൾ മലയോരത്തുകാർ ഏറെ കഷ്ടപ്പെട്ടു. നെറ്റ്വർക്ക് ന്യൂസ്, ചെറുപുഴ. പയ്യന്നൂരിലെ CPM BJP സംഘർഷം. അക്രമത്തിന് ഇരയായവരുടെ വീടുകൾ ജില്ലാ സംസ്ഥാന നേതാക്കൾ സന്ദർശിച്ചു. ഇരു വിഭാഗങ്ങളിലും പെട്ട ആൾക്കാരുടെ വീടുകൾക്കും വാഹനങ്ങൾക്കും നേരെയാണ് കഴിഞ്ഞ ദിവസം രാത്രിയോടെ അക്രമമുണ്ടായത്. എന്നാൽ സ്ഥിതിഗതികൾ ഇതിനോടകം നിയന്ത്രണ വിധേയമെന്നാണ് പോലീസിന്റെ പക്ഷം. കഴിഞ്ഞ ദിവസം കുന്നരുവിൽ നടന്ന രക്തസാക്ഷി ധനരാജ് അനുസ്മരണത്തിൽ പങ്കെടുക്കാനെത്തുമ്പോഴാണ് കക്കമ്പാറയിൽ വെച്ച് CPM പ്രവർത്തകർക്ക് നേരെ ബോംബാക്രമണമുണ്ടായത്. അക്രമത്തിൽ 6ഓളം CPM പ്രവർത്തകർക്ക് പരിക്കേറ്റു. ഇതിനോടനുബന്ധിച്ച് പയ്യന്നൂരും പരിസര പ്രദേശങ്ങളിലും ആക്രമണ പരമ്പരകൾ അരങ്ങേറി. ഇരുവിഭാഗങ്ങളുടെ വീടുകളും വാഹനങ്ങളും തകർക്കപ്പെട്ടു. കക്കമ്പാറ, എട്ടിക്കുളം, ചിറ്റടി ഭാഗങ്ങളിൽ വ്യാപകമായി ആക്രമണമുണ്ടായി. ചൊവ്വാഴ്ച രാത്രി 8 മണിയോടെ CPM കക്കമ്പാറ ബ്രാഞ്ച് സെക്രട്ടറി PP ജനാർദ്ദന്റെ വീടിന് നേരെ അക്രമമുണ്ടായി. സംഘടിച്ചെത്തിയവർ വീട് അടിച്ചു തകർക്കുകയും വീട്ടിനുള്ളിലെ ഗൃഹോപകരണങ്ങളും ജനവാതിലുകളും അടിച്ചു തകർക്കുകയും ചെയ്തു. RSS പ്രവർത്തകരാണ് ആക്രമണത്തിന് പിന്നിലെന്ന് വീട്ടുകാർ ആരോപിച്ചു. കക്കമ്പാറ ഏഴിമല ഇംഗ്ലീഷ് മീഡിയം സ്കൂളിന് സമീപം താമസിക്കുന്ന CPM അനുഭാവിയായ PP കുഞ്ഞികൃഷ്ണന്റെ വീട് ഒരു സംഘം അടിച്ചു തകർത്തിട്ടുണ്ട്. ഫ്രിഡ്ജും വാതിലുകളും ജനലുകളും തകർത്ത നിലയിലാണ്. തിങ്കളാഴ്ച പുലർച്ചെ 1 മണിയോടെ CPM കുന്നൂർ ലോക്കൽ കമ്മിറ്റി അംഗവും രാമന്തളി പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനുമായ
എട്ടിക്കുളത്തെ പരത്തി ദാമോദരന്റെ വീടിന് നേരെ ഒരു സംഘം ബോംബെറിഞ്ഞു. വീടിന്റെ മേൽക്കൂര പൂർണ്ണമായും തകർക്കപ്പെട്ടു. പയ്യന്നൂർ സഹകരണ ആശുപത്രി ജീവനക്കാരി എട്ടിക്കുളത്തെ പി ശകുന്തളയുടെയും ഡിവൈഎഫ്ഐ പ്രവർത്തകൻ ഷൈജുവിന്റെയും വീടിന് നേരെയും ആക്രമണമുണ്ടായി. ചിറ്റടിയിലെ CPM പ്രവർത്തകനായ ഷാൻകുമാറിന്റെ വീട് ബോംബെറിഞ്ഞ് തകർത്തു. വാതിലും ജനലുകളും തകർന്നിട്ടുണ്ട്. സ്വാമിമഠത്തിന് സമീപത്തെ CPM പ്രവർത്തകൻ VP ഭരതന്റെ വീടും അടിച്ചു തകർത്തു. കഴിഞ്ഞ തവണയും ഈ വീടിന് നേരെ ആക്രമണമുണ്ടായിരുന്നു. CPM നേതാവ് അന്നൂരിലെ KU രാധാകൃഷ്ണന്റെ വീടിന് നേരെയും ആക്രമണമുണ്ടായി. പയ്യന്നൂരിലെ RSS കാര്യാലയവും അടുത്തുള്ള BJP ഓഫീസും തകർക്കപ്പെട്ടു. കാര്യാലയത്തിന്റെ ഉൾഭാഗം പൂർണ്ണമായും നശിച്ച നിലയിലാണ്. തായ്നേരിയിലെ BJP പ്രവർത്തകൻ ഗംഗൻ തായ്നേരിയുടെ കട അക്രമികൾ തകർത്തു. കടയിലെ സാധനങ്ങൾ വലിച്ചുവാരിയിട്ട് നശിപ്പിക്കുകയും ചെയ്തു. വെള്ളൂർ ഹൈസ്കൂൾ റോഡിലെ K ഗണേശന്റെ വീടിന് നേരെയും ആക്രമണമുണ്ടായി. വീടിന്റെ ജനൽച്ചിലുകൾ പൂർണ്ണമായും അടിച്ചു തകർത്തു. വീടിന് മുന്നിൽ നിർത്തിയിട്ട ഓട്ടോറിക്ഷ മറച്ചിട്ട നിലയിലാണ്. കാറമേൽ മുച്ചിലോടിന് സമീപത്തെ BMS പ്രവർത്തകൻ ആനടിൽ ഉണ്ണികൃഷ്ണന്റെ വീടിന് നേരെയും അക്രമമുണ്ടായി. അക്രമ സാധ്യത കണക്കിലെടുത്ത് കുടുംബാംഗങ്ങൾ നേരത്തെ തന്നെ വീടിൽ നിന്നും മാറി താമസിച്ചിരുന്നു. വീടിന്റെ ജനൽച്ചിലുകൾ തകർത്ത നിലയിലാണ്. വീടിന്റെ രണ്ടാം നിലയിലെ കട്ടിൽ, അലമാര എന്നിവയും അഗ്നിക്കിരയായി. RSS ജില്ലാ കാര്യവാഹക് കാരയിലെ രാജേഷിന്റെ വീടിന് നേരെയും ആക്രമണമുണ്ടായി. വീട്ടുമുറ്റത്ത് നിർത്തിയിട്ടിരുന്ന 2 മിനി ബസ് അഗ്നിക്കിരയാക്കുകയും മറ്റു വാഹനങ്ങൾ നശിപ്പിക്കുകയും ചെയ്തു. കോറോം നോർത്തിലെ BJP പ്രവർത്തകൻ പനക്കിൽ ബാലകൃഷ്ണന്റെ വീടിന് നേരെയും ഏച്ചിലാം വയലിലെ ഒരു വീടിനും അക്രമത്തിൽ കേടുപാടുകൾ പറ്റിയിട്ടുണ്ട്. അക്രമം പടരാതിരിക്കാൻ മേഖലകളിൽ വൻ പോലീസ് സന്നാഹവും ശക്തമാക്കിയിരിക്കുകയാണ്. ന്യൂസ് ഡെസ്ക് നെറ്റ്വർക്ക് ന്യൂസ്. കക്കംപാറയിൽ ബോംബാക്രമണത്തിൽ പരിക്കേറ്റ CPM പ്രവർത്തകരെ CPM കണ്ണൂർ ജില്ലാ സെക്രട്ടറി P ജയരാജൻ സന്ദർശിച്ചു. ബുധനാഴ്ച രാത്രി 8:30യോടെയാണ് ജില്ലാ സെക്രട്ടറി പയ്യന്നൂരിൽ എത്തിയത്. പരിക്കേറ്റ പ്രവർത്തകരെ നോക്കിക്കാണുകയും കാര്യങ്ങൾ വിശദമായി ചോദിച്ചറിയുകയും ചെയ്തു. CPM പയ്യന്നൂർ ഏരിയ സെക്രട്ടറി TI മധുസൂദനൻ, അഡ്വക്കേറ്റ് P സന്തോഷ്, K രാഘവൻ, AV രഞ്ജിത്ത് എന്നിവരും ജില്ലാ സെക്രട്ടറിക്കൊപ്പം ഉണ്ടായിരുന്നു. BJPയും RSSും ബോധപൂർവമായി അക്രമം അഴിച്ചുവിടാനുള്ള ശ്രമമാണ് നടത്തുന്നത്. അതിന് തെളിവാണ് കഴിഞ്ഞ ദിവസം പയ്യന്നൂരിൽ ഇറങ്ങിയ സംഭവമെന്ന് ജില്ലാ സെക്രട്ടറി പ്രതികരിച്ചു. നമ്മുടെ നാട്ടിൽ രാഷ്ട്രീയ സംഘർഷങ്ങൾ അവസാനിക്കണം എന്നാണ് CPIM ആഗ്രഹിക്കുന്നത്. പക്ഷേ RSSകാർ ബോധപൂർവം കുഴപ്പമുണ്ടാക്കാനാണ് ശ്രമിക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് ധൻരാജ് രക്തസാക്ഷി ദിനാചരണത്തിൽ വരുന്ന പാർട്ടി പ്രവർത്തകന്മാർക്ക് നേരെ ഈ വിധമുള്ള ആക്രമണം നടത്തിയത്. ആക്രമണങ്ങൾ നടത്തി CPM പ്രവർത്തകരെ പ്രകോപിപ്പിക്കുക എന്നതാണ് RSSകാർ ഉദ്ദേശിക്കുന്നത്. പക്ഷേ ഇന്നലെ നാടിൻ്റെ നാനാഭാഗത്തു നിന്നും എത്തിയിട്ടുള്ള CPM പ്രവർത്തകന്മാർ അങ്ങേയറ്റത്തെ ആത്മസംയമനം പാലിക്കാനുണ്ടായത്. അവിടെ കക്കംപാറയിൽ ഏതാണ്ട് 7 വീടുകൾക്ക് നേരെയാണ് ആക്രമണം നടന്നത്. അതുപോലെ തന്നെ പയ്യന്നൂരിൻ്റെ പരിസരങ്ങളിലായി നിരവധി വീടുകൾക്ക് നേരെ RSSകാർ ആക്രമണം നടത്തുകയുണ്ടായി. ഈ ആക്രമണങ്ങൾ അവസാനിപ്പിക്കുന്നതിന് വേണ്ടി ശക്തമായിട്ടുള്ള ജനകീയ പ്രതിഷേധം ഉയർന്നു വരണം. RSSകാർ നമ്മുടെ നാട്ടിൻ്റെ സമാധാനം തകർക്കുന്നതിനെതിരായിട്ട് ജനങ്ങൾ മുന്നോട്ട് വരണം എന്നാണ് ഞങ്ങൾ അഭ്യർത്ഥിക്കുന്നത്. പോലീസിൻ്റെ ഭാഗത്തു നിന്നും ശക്തമായിട്ടുള്ള നടപടികളുണ്ടാവണം. മറ്റ് പ്രദേശങ്ങളിൽ നിന്നുള്ള RSS ക്രിമിനലുകളാണ് കക്കംപാറയിൽ ഇപ്പോൾ ക്യാമ്പ് ചെയ്തിട്ടുള്ളത്. അത്തരം അക്രമകാരികളെ അവിടെ നിന്ന് തുരത്തിയാൽ മാത്രമേ ആ പ്രദേശത്തെ ജനങ്ങൾക്ക് സമാധാനത്തോടുകൂടി ജീവിക്കാൻ വേണ്ടി കഴിയുകയുള്ളൂ. അതുപോലെ തന്നെ നാടിൻ്റെ സമാധാനത്തിനു വേണ്ടി എല്ലാവരും ഒന്നിക്കണം. ബഹുമാനപ്പെട്ട കണ്ണൂർ ജില്ലാ കളക്ടറുമായിട്ട് ഈ കാര്യം സംസാരിച്ചിട്ടുണ്ട്. അദ്ദേഹം സമാധാനത്തിനുള്ള യത്നങ്ങൾ നടത്തും എന്ന് ഞങ്ങളെ അറിയിച്ചിട്ടുണ്ട്. എല്ലാവരോടും സമാധാനപരമായിട്ടൊരു അന്തരീക്ഷം ഉണ്ടാക്കുന്നതിന് വേണ്ടി പ്രവർത്തിക്കണം എന്നാണ് CPMന് അഭ്യർത്ഥിക്കാനുള്ളത്. പയ്യന്നൂരിൽ നടന്ന രാഷ്ട്രീയ സംഘർഷങ്ങളുടെ പശ്ചാത്തലത്തിൽ IG-യുടെ നേതൃത്വത്തിൽ പോലീസ് ഉന്നത സംഘം പയ്യന്നൂരിലെത്തി സ്ഥിതിഗതികൾ വിലയിരുത്തി. കുറ്റക്കാർക്കെതിരെ മുഖം നോക്കാതെ നടപടിയെന്ന് IG. പയ്യന്നൂരിലെ രാഷ്ട്രീയ സംഘർഷം IG മഹിപാൽ യാദവ് സ്ഥലത്തെത്തി സ്ഥിതിഗതികൾ വിലയിരുത്തി. കുറ്റക്കാർക്കെതിരെ മുഖം നോക്കാതെ നടപടിയെടുക്കുമെന്ന് IG. തളിപ്പറമ്പ് DYSP K വേണുഗോപാൽ, കണ്ണൂർ DYSP PP സദാനന്ദൻ, ഇരിട്ടി DYSP തുടങ്ങി കണ്ണൂർ SP-യുടെ നേതൃത്വത്തിൽ ജില്ലയിലെ 3 DYSP-മാർക്കൊപ്പമാണ് IG പയ്യന്നൂരിലെത്തിയത്. അക്രമ സംഭവങ്ങളിൽ ഉൾപ്പെട്ടവർ മുൻ കേസുകളിലെയും പ്രതികളാണെന്നും കുറ്റക്കാർക്കെതിരെ മുഖം നോക്കാതെ നടപടിയെടുക്കുമെന്നും IG പറഞ്ഞു. സമാധാനം പുനഃസ്ഥാപിക്കാൻ പയ്യന്നൂരിൽ വൻ പോലീസ് സംഘം തന്നെ ക്യാമ്പ് ചെയ്യുന്നുണ്ട്. കക്കംപാറ, മൊട്ടക്കുന്ന്, അന്നൂർ ഭാഗങ്ങളിൽ പോലീസ് പരിശോധന കർശനമാക്കും. ഇവിടങ്ങളിൽ പ്രത്യേക പോലീസ് സംഘത്തെ നിയോഗിച്ചിട്ടുണ്ടെന്നും അധികൃതർ അറിയിച്ചു.
ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ. പയ്യന്നൂരിൽ സമാധാന അന്തരീക്ഷം തകർക്കാനുള്ള ശ്രമമാണ് BJP RSS ഭാഗത്തു നിന്നുണ്ടാകുന്നതെന്ന് CPM പയ്യന്നൂർ ഏരിയ സെക്രട്ടറി TI മധുസൂദനൻ പയ്യന്നൂരിൽ നെറ്റ്വർക്ക് ന്യൂസിനോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കുന്നിരുവിൻ്റെ അറബിക്കടലിനോട് ചേർന്ന് നിൽക്കുന്ന ഭാഗമാണ് വെട്ടിക്കുളം, മൊട്ടക്കുന്ന്, അത് ആ പാർശ്വപ്രദേശങ്ങൾ. മൊട്ടക്കുന്നിൻ്റെ താഴെയുള്ള ബീച്ചിൽ നിന്ന് മോട്ടോർ ബൈക്കിൽ ഒരു സംഘം ചെറുപ്പക്കാർ അവർ വലിയ താല്പര്യത്തോടു കൂടി ആ പരിപാടി പങ്കെടുക്കുന്നതിന് വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അവരെയാണ് മൊട്ടക്കുന്നിൽ വെച്ച് ആസൂത്രിതമായി ബോംബെറിഞ്ഞ് അപായപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള നീക്കം നടന്നത്. അതിനെ തുടർന്ന് 8ഓളം ആളുകൾക്ക് പരിക്കേറ്റു. 2 പേര് വളരെ ഗുരുതരമായ അവസ്ഥയിൽ മംഗലാപുരം, പയ്യന്നൂർ ആശുപത്രികളിൽ ശസ്ത്രക്രിയക്കൊക്കെ വിധേയമായിട്ട് ഇപ്പോഴും ചികിത്സയിലാണ്. അതിനെ തുടർന്ന് കക്കമ്പാറയിൽ CPIM-ൻ്റെ പ്രവർത്തകന്മാരുടെ, അനുഭാവികളുടെ, ബന്ധുക്കളുടെ നിരവധി വീടുകളാണ് കടന്നാക്രമണത്തിന് ഇരയായത്. ഇങ്ങനെ തുടർച്ചയായിട്ട് സംഭവങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഒരു ഭാഗത്തെ സംഭവങ്ങൾ നടത്തുക, അക്രമം നടത്തുക, CPIM പ്രവർത്തകന്മാരെ ഭീതിപ്പെടുത്തുക, അവരെ അപായപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമം നടത്തുക, തുടർന്ന് വ്യാപകമായ രീതിയിൽ CPM അക്രമമാണ് എന്ന് പ്രചരിപ്പിച്ചുകൊണ്ടുള്ള പ്രചാരവേലകൾ ഇന്നത്തെ ആധുനിക മാധ്യമ സംവിധാനങ്ങളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് നടത്തിക്കൊണ്ടിരിക്കുക എന്നുള്ളതാണ് RSS വിഭാഗം ചെയ്തുകൊണ്ടിരിക്കുന്നത്. സാധാരണഗതിയിൽ എല്ലാ വിഭാഗം ജനങ്ങളും BJPയോട് താല്പര്യമുള്ളവർ, CPM-നെ എതിർക്കുന്നവരോടെല്ലാം ഞങ്ങൾ വളരെ വിനയത്തോടു കൂടി ചോദിക്കാൻ ആഗ്രഹിക്കുന്നത്, കോടിയേരി ബാലകൃഷ്ണനെ പോലുള്ള CPM-ൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ടിട്ടുള്ള നേതാവ് പങ്കെടുക്കുന്ന ഒരു പരിപാടി നടക്കുന്നതിന് മുൻപ് നാട്ടിൽ കുഴപ്പമുണ്ടാക്കുന്നതിന് CPIM സന്നദ്ധമാവുക. അപ്പോൾ കുഴപ്പം ബോധപൂർവമായിട്ട് ഉണ്ടാക്കുക, അതിൻ്റെ പ്രതികരണങ്ങളെ മാത്രം ഉയർത്തിപ്പിടിച്ച് CPM ആക്രമണമാണെന്ന് വരുത്തി തീർക്കുക എന്നുള്ള വളരെ വളരെ പ്ലാനഡായിട്ടുള്ള, ആസൂത്രിതമായിട്ടുള്ള ശ്രമങ്ങളാണ് RSS BJP വിഭാഗം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഞങ്ങൾക്ക് ജനങ്ങളോട് പറയാനുള്ളത്, ഞങ്ങൾ അക്രമത്തിൻ്റെ വഴിയിൽ നിൽക്കുന്നവരല്ല. ജനങ്ങളോട് ഉത്തരവാദിത്വമുള്ള, ദൈനംദിനമായിട്ട് രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്ന, ജനങ്ങളുടെ പ്രശ്നങ്ങളിൽ ഇടപെടുന്ന, നാടിൻ്റെ സമഗ്രമായിട്ട് പുരോഗതിക്കും വികസനത്തിനും വേണ്ടിയിട്ട് ജനങ്ങളോടൊപ്പം നിൽക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനമാണ് CPIM. വിശേഷിച്ചും മുഖ്യമന്ത്രി സമാധാനത്തിന് വേണ്ടിയിട്ട്, ഒരു അന്തരീക്ഷത്തിന് വേണ്ടിയിട്ടുള്ള പരിശ്രമങ്ങൾ നല്ല നിലക്ക് മുന്നോട്ടേക്ക് കൊണ്ടുപോയപ്പോൾ അതിനോട് എല്ലാ അർത്ഥത്തിലും സഹകരിച്ചു വരുന്നൊരു പ്രസ്ഥാനമാണ് CPIM. ഞങ്ങൾക്കതിൽ വേറൊരു മുഖമില്ല, ഒറ്റ മുഖമേ ഉള്ളൂ. നാട്ടിൽ സമാധാനം ഉണ്ടാവണമെന്നുള്ളതാണ് ഞങ്ങളുടെ കാഴ്ചപ്പാട്. അതില്ലാതാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള, ആളുകളെ പ്രകോപിതരാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നീക്കമാണ് BJP വിഭാഗത്തിൻ്റെ, RSS വിഭാഗത്തിൻ്റെ നേതൃത്വത്തിലുണ്ടാവുന്നത്. CPM അക്രമങ്ങളുടെ ഉത്തരവാദിത്തം തങ്ങളുടെ മേൽ പഴിചാരുകയാണെന്ന് RSS സംസ്ഥാന പ്രാന്തചാലക് P. ഗോപാലൻകുട്ടി. ആസൂത്രിതമായാണ് CPM അക്രമം നടത്തുന്നതെന്നും ഗോപാലൻകുട്ടി. വളരെ തികഞ്ഞ ഒരു ആസൂത്രണത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ അക്രമങ്ങളെല്ലാം നടന്നത് എന്നത് ഏതൊരാൾക്കും മനസ്സിലാവും. കാരണം ഏതാണ്ട് ഒരേ സമയത്ത്, ചുരുങ്ങിയ സമയത്തിനുള്ളിൽ ഇത്രയേറെ വീടുകൾ നശിപ്പിക്കാൻ, അതേപോലെ അഗ്നിക്കിരയാക്കാൻ ഒക്കെയുള്ള ആസൂത്രണങ്ങൾ നേരത്തെ തന്നെ നടത്തിയിരുന്നു എന്നുള്ളതാണ് സത്യം. പ്രത്യേകിച്ചും ഒരു പ്രസ്ഥാനങ്ങളുടെ ചുമതലപ്പെട്ട ആളുകളുടെ വീടുകൾ നോക്കി തിരഞ്ഞുപിടിച്ചുകൊണ്ടാണ് ഇത്തവണ ഇത്തരം അക്രമങ്ങൾ നടത്തിയത്. സംഘത്തിൻ്റെ ചുമതലപ്പെട്ടവർ, BJPയുടെ ചുമതലപ്പെട്ടവർ, യുവമോർച്ചയുടെ ചുമതലപ്പെട്ടവർ, അങ്ങനെ ചുമതലപ്പെട്ട ആളുകളെയൊക്കെ വീടുകൾ തകർത്തുകൊണ്ടും ഭീഷണിപ്പെടുത്തിക്കൊണ്ടും പ്രസ്ഥാനത്തിൻ്റെ പ്രവർത്തനം ഇനി നടത്താൻ അനുവദിക്കുകയില്ല എന്നും, അതേപോലെ ഈ ഭീഷണി കൊണ്ട് ബാക്കിയുള്ള ആളുകൾ അടങ്ങിയിരുന്നുകൊള്ളുമെന്നുള്ള ഒരു ധാരണയിലാണ് വാസ്തവത്തിൽ ഇന്നലത്തെ ഈ അക്രമം നടന്നിട്ടുള്ളത്. പക്ഷെ കഴിഞ്ഞ കാലങ്ങളിലുള്ള അക്രമങ്ങളെയൊക്കെ അതിജീവിച്ചുകൊണ്ട് സംഘവും അതേപോലെ തന്നെ അനുബന്ധ സംഘടനകളുമൊക്കെ വീണ്ടും പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോയിട്ടുണ്ട്. അത് ഇനിയും കൊണ്ടുപോകുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇതിൻ്റെ അവസാനം കമ്മ്യൂണിസ്റ്റ് പാർട്ടി സമൂഹത്തിൽ നിന്ന് ഒറ്റപ്പെടുകയും ഇല്ലാതാവുകയും ചെയ്യും, സംഘപ്രസ്ഥാനങ്ങൾ മുന്നോട്ട് പോകും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല, ഒരാശങ്കയ്ക്കും അവകാശമില്ല എന്നാണ് ഈ സമയത്ത് സൂചിപ്പിക്കാനുള്ളത്. അപ്പോൾ ഏതായാലും ഈ കാര്യത്തെക്കുറിച്ച് എന്തായിരുന്നു വാസ്തവത്തിൽ നടന്നത്, ഇത്തരമൊരു ആക്രമണത്തിൻ്റെ തുടക്കം അല്ലെങ്കിൽ ആ രീതിയിൽ അവർ പറയുന്നത് പോലെ ഒരു ബോംബേറിയൽ ഉണ്ടായിട്ടുണ്ടോ, ഉണ്ടെങ്കിൽ തന്നെ ആരുടെ ഭാഗത്തു നിന്നാണ് ഉണ്ടായത്, ഇത്തരം കാര്യങ്ങളെക്കുറിച്ചൊക്കെ അതിൻ്റെ നിജസ്ഥിതി കണ്ടെത്തുവാൻ വേണ്ടി കൃത്യമായ രീതിയിലുള്ള ഒരു അന്വേഷണം വേണ്ടതുണ്ട്.
ഇത്തരം ആസൂത്രണങ്ങൾ നടത്തിക്കൊണ്ട് അവസരങ്ങൾ ഉണ്ടാക്കി സംഘപ്രസ്ഥാനത്തെ നശിപ്പിക്കുവാനും സംഘത്തിൻ്റെ ചുമതലപ്പെട്ട ആളുകളെയും അവരുടെ വീടുകളെയും അവരുടെ സ്ഥാപനങ്ങളെയും പ്രത്യേകിച്ചും ധനനഷ്ടമുണ്ടാക്കത്തക്ക രീതിയിൽ വ്യാപകമായ രീതിയിലുള്ള അക്രമങ്ങൾ നടത്തുക എന്നുള്ളത് ഒരു അജണ്ടയായി അവർ സ്വീകരിച്ചിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പോൾ ഇതിൻ്റെ സത്യാവസ്ഥ കണ്ടെത്തണമെങ്കിൽ കേവലം നമ്മുടെ ഒരു ലോക്കൽ പോലീസിൻ്റെയോ അല്ലെങ്കിൽ കേരള പോലീസിൻ്റെയോ മാത്രമായ ഒരു അന്വേഷണമല്ല വേണ്ടത്. അത് ഒരു പ്രത്യേക ഒരു ഏജൻസിയെ, ഒരു ബാഹ്യമായ ഏജൻസി തന്നെ വന്നുകൊണ്ട് അത് അന്വേഷിക്കുകയും ഇതിൻ്റെ നിജസ്ഥിതി എന്താണെന്ന് കണ്ടുപിടിക്കുകയും വേണം. അപ്പോൾ അതിനുവേണ്ടി സർക്കാർ തയ്യാറാവണം. അത്തരത്തിലൊരു അന്വേഷണം നടത്തിക്കൊണ്ട് ഇതിൻ്റെ സത്യസന്ധമായ കാര്യങ്ങൾ പുറത്തു കൊണ്ടുവരുന്നതിന് സർക്കാർ തയ്യാറാവുകയാണ് വേണ്ടത്. ഒരു ഇടവേളയ്ക്ക് ശേഷമാണ് പയ്യന്നൂരിൽ വീണ്ടും രാഷ്ട്രീയ സംഘർഷമുണ്ടാകുന്നത്. ഈ പശ്ചാത്തലത്തിലാണ് സുരക്ഷാ ക്രമീകരണങ്ങളുടെ ഭാഗമായി പയ്യന്നൂരിൽ പോലീസിന്റെ റൂട്ട് മാർച്ച് നടന്നത്. പെരുമ്പയിൽ നിന്നും പഴയ ബസ് സ്റ്റാൻഡിലേക്കായിരുന്നു മാർച്ച്. പ്രത്യേക യൂണിഫോമുകൾ ഉൾപ്പെടെ ധരിച്ച് ജലപീരങ്കി അടക്കമുള്ള സുരക്ഷാ സംവിധാനങ്ങളും ഉൾപ്പെടുത്തിയായിരുന്നു റൂട്ട് മാർച്ച്. കണ്ണൂർ SP P ശിവകുമാറിന്റെ നേതൃത്വത്തിലായിരുന്നു 300ഓളം പോലീസുകാർ മാർച്ചിൽ അണിനിരുന്നത്. BJPയുടെ നേതൃത്വത്തിൽ CK രാമചന്ദ്രൻ ബലിദാനത്തിന്റെ ഭാഗമായി ശ്രദ്ധാഞ്ജലി നടന്നു. RSS സംസ്ഥാന പ്രാന്തചാലക് P ഗോപാലൻകുട്ടി ഉദ്ഘാടനം ചെയ്തു. അന്നൂരിലെ BMS പ്രവർത്തകൻ CK രാമചന്ദ്രൻ കൊല്ലപ്പെട്ട് 1 വർഷം തികയുന്നതിന്റെ ഭാഗമായാണ് BJPയുടെ നേതൃത്വത്തിൽ ശ്രദ്ധാഞ്ജലി ഒരുക്കിയത്. പയ്യന്നൂരിലെ അക്രമങ്ങളുടെ പശ്ചാത്തലത്തിൽ രാമചന്ദ്രന്റെ വീട്ടിൽ വളരെ ലളിതമായിട്ടായിരുന്നു ചടങ്ങുകൾ. ഛായാചിത്രത്തിലെ പുഷ്പാർച്ചനയും തുടർന്നുള്ള അനുസ്മരണ യോഗവും RSS സംസ്ഥാന പ്രാന്തചാലക് P ഗോപാലൻകുട്ടി ഉദ്ഘാടനം ചെയ്തു. പോലീസ് സംസ്ഥാന സർക്കാരിനു വേണ്ടി വിടുവേല ചെയ്യുകയാണ്. പയ്യന്നൂരിൽ അക്രമം ഉണ്ടാകുമെന്ന ഇന്റലിജൻസ് റിപ്പോർട്ട് കിട്ടിയിട്ടും നടപടിയെടുക്കാഞ്ഞത് ഇതിന് തെളിവാണ്. പോലീസ് ഉണർന്ന് പ്രവർത്തിച്ചിരുന്നെങ്കിൽ കഴിഞ്ഞ ദിവസത്തെ അക്രമങ്ങൾ ഉണ്ടാകില്ലായിരുന്നുവെന്ന് ഗോപാലൻകുട്ടി അഭിപ്രായപ്പെട്ടു. അതുകൊണ്ട് ജനാധിപത്യ രാജ്യത്തിലെ സംഘടനാ സ്വാതന്ത്ര്യം, പ്രവർത്തന സ്വാതന്ത്ര്യം അത് അനുവദിക്കപ്പെടണം. സംഘപ്രവർത്തനം ഏതെങ്കിലും സ്ഥലങ്ങളിലേക്ക് വന്നു ചേരുമ്പോൾ അത് തങ്ങളുടെ പ്രദേശമാണ്, അതുകൊണ്ട് അവിടെ മറ്റൊന്ന് കടന്നു വരാൻ അനുവദിക്കുകയില്ല എന്നുള്ള രീതിയിൽ അസഹിഷ്ണുതയുടെ ഭാഷയിൽ സംസാരിക്കുകയും അത്തരം പ്രവർത്തനങ്ങൾ ചെയ്യുകയും ചെയ്യുന്നത് ശരിയല്ല. അതുകൊണ്ട് അത് മാറണം. എല്ലാവർക്കും ഇവിടെ ഈ ജനാധിപത്യ രാജ്യത്തിൽ ഒരുപോലെയുള്ള സ്വാതന്ത്ര്യമുണ്ട്. ആ സ്വാതന്ത്ര്യം അനുവദിക്കപ്പെടണമെന്നുള്ളതാണ് നമ്മൾ മുന്നോട്ട് വെച്ചിരുന്ന പ്രധാനപ്പെട്ട ഒരു ബിന്ദു. തീർച്ചയായും വളരെ അനുകൂലമായ ഒരു പ്രതികരണമാണ് അന്ന് മുഖ്യമന്ത്രിയിൽ നിന്ന് ഉണ്ടായത്. എല്ലാവർക്കും പ്രവർത്തിക്കാൻ സാധിക്കണം. അങ്ങനെ പ്രവർത്തിക്കാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടാക്കും. അത് തടസ്സപ്പെടുത്തുന്ന സംവിധാനങ്ങൾ ഉണ്ടായാൽ അതിനെക്കുറിച്ച് അന്വേഷിച്ച് നടപടിയെടുക്കുവാനുള്ള സംവിധാനങ്ങൾ ഉണ്ടാക്കും. യോഗത്തിൽ പ്രാന്തസേവക് A വിനോദ്, കാര്യാലയ സമിതി വിഭാഗ് K സജീവ്, മീഡിയ സെൽ ചെയർമാൻ K രഞ്ജിത്ത്, BJP ജില്ലാ സെക്രട്ടറി സത്യപ്രകാശൻ മാസ്റ്റർ എന്നിവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, പയ്യന്നൂർ. കൊട്ടത്തലശ്ശിമല സാമൂഹ്യ വിരുദ്ധരുടെ സ്വൈര്യവിഹാര കേന്ദ്രമാകുന്നു. പൈപ്പിംഗ് പ്രതിഭാസവും യാത്രാക്ലേശവും ക്വാറി സമരവും മൂലം ഈ പ്രദേശത്തെ മിക്ക കുടുംബങ്ങളും മറ്റ് സ്ഥലങ്ങളിലേക്ക് മാറിപ്പാർക്കുകയായിരുന്നു. ജൈവ വൈവിധ്യങ്ങളുടെ കലവറയാണ് കൊട്ടത്തലച്ചിമല. ഇതുകൂടാതെ നല്ലൊരു തീർത്ഥാടന കേന്ദ്രവും. ഇതെല്ലാം നശിപ്പിച്ചുകൊണ്ട് കൊട്ടത്തലച്ചിമലയെ ക്വാറി മാഫിയ വിഴുങ്ങാൻ തുടങ്ങി കഷ്ടകാലം. ക്വാറിക്കെതിരെ ജനങ്ങൾ പ്രതികരിച്ചതോടുകൂടി വിദഗ്ധ സംഘങ്ങളും അന്വേഷണത്തിനെത്തി. അപ്പോഴാണ് കൊട്ടത്തലച്ചിമലയുടെ ഭൂമിക്കടിയിൽ പൈപ്പിംഗ് പ്രതിഭാസമുണ്ടെന്നും ഈ പ്രദേശത്ത് യാതൊരുവിധ നിർമ്മാണ പ്രവൃത്തികളും നടത്താൻ പാടില്ലെന്നും ഇവിടം വാസയോഗ്യമല്ലെന്നും വിദഗ്ധർ ചൂണ്ടിക്കാട്ടിയത്. അതോടെ ഇവിടെ താമസിച്ചിരുന്ന സാധാരണക്കാരായ മലയോര കർഷകർ തങ്ങളുടെ വീടും സ്ഥലങ്ങളും ഉപേക്ഷിച്ച് മറ്റു വാസയോഗ്യമായ സ്ഥലങ്ങളിലേക്ക് മാറുകയായിരുന്നു. അതോടുകൂടി ഈ പ്രദേശം വിജനമാവുകയും ധാരാളം ആൾപ്പാർപ്പില്ലാത്ത വീടുകൾ ബാക്കിയാവുകയും ചെയ്തു.
ഇന്ന് ഈ പ്രദേശം സാമൂഹ്യവിരുദ്ധരുടെയും മദ്യപാനികളുടെയും അഴിഞ്ഞാട്ട കേന്ദ്രമായി മാറിയിരിക്കുകയാണ്. തീർത്ഥാടനത്തിന്റെയും ടൂറിസത്തിന്റെയും പേര് പറഞ്ഞ് നിരവധി സാമൂഹ്യവിരുദ്ധരാണ് ഇവിടെ എത്തുന്നത്. ഇതുകൂടാതെ അനാശാസ്യ പ്രവർത്തനങ്ങളും ധാരാളം നടക്കുന്നുണ്ടിവിടെ. എന്തിനേറെ മാവോയിസ്റ്റുകൾ പോലും വന്നാൽ സ്വൈര്യമായി താമസിക്കാൻ ഈ പ്രദേശത്ത് കഴിയുമെന്നാണ് നാട്ടുകാർ പറയുന്നത്. ന്യൂസ് ബ്യൂറോ, ചെറുപുഴ. വരുമാനത്തിൽ മുന്നിലെത്തിയിട്ടും പഴയങ്ങാടി റെയിൽവേ സ്റ്റേഷനിൽ അടിസ്ഥാന സൗകര്യ വികസനങ്ങൾ മന്ദഗതിയിൽ. ആവശ്യത്തിന് പാർക്കിംഗ് സൗകര്യം ഒരുക്കാത്തത് പ്രദേശത്ത് വാഹനങ്ങൾ റോഡരികിൽ പാർക്ക് ചെയ്യുന്നതിനും ഇതുവഴി അപകടങ്ങൾക്കും കാരണമാകുന്നു. ആദർശ സ്റ്റേഷനാക്കി ഉയർത്തിയിട്ടും പഴയങ്ങാടി റെയിൽവേ സ്റ്റേഷനിൽ അടിസ്ഥാന സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കാൻ ഒരു നടപടിയും അധികൃതരുടെ ഭാഗത്തു നിന്നും ഉണ്ടായില്ല. ദീർഘദൂര സർവീസ് നടത്തുന്ന മിക്ക ട്രെയിനുകൾക്കും ഇപ്പോഴും സ്റ്റോപ്പില്ല. എന്തിനു പറയുന്നു, റെയിൽവേ സ്റ്റേഷന്റെ പ്രവേശന കവാടത്തിൽ ഒരു ബോർഡ് സ്ഥാപിക്കാൻ പോലും റെയിൽവേ തയ്യാറാകുന്നില്ല. പഴയങ്ങാടി റെയിൽവേ സ്റ്റേഷന് മുന്നിലെ റോഡരികിലാണ് വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്നത്. ഇത് ഏറെ അപകടങ്ങൾ വർദ്ധിപ്പിക്കാൻ കാരണമാകുന്നു. റെയിൽവേ സ്റ്റേഷന് മുന്നിൽ പാർക്ക് ചെയ്യാൻ ചെറിയ സൗകര്യങ്ങൾ മാത്രമേ ഉള്ളൂ. ആവശ്യത്തിന് സ്ഥലമുണ്ടായിട്ടും ഇത് ഫലപ്രദമായി വിനിയോഗിക്കാൻ റെയിൽവേ തയ്യാറാകുന്നില്ലെന്ന് നാട്ടുകാർ പറയുന്നു. ബുദ്ധിമുട്ടെന്ന് വെച്ചാൽ ഇപ്പം പറഞ്ഞാൽ വാഹനങ്ങളൊക്കെ വളരെ ബുദ്ധിമുട്ടായിട്ട് പോവുകയാണ്. ബ്ലോക്ക് ആയതുകൊണ്ട് ഒരു വണ്ടിക്കും പോകാൻ പറ്റുന്നില്ല. ഒരുപാട് സമയങ്ങൾ ഇവിടെ പിടിക്കുന്നു. അതുകൊണ്ട് പണിയെടുക്കാനും പറ്റുന്നില്ല. ഞാൻ ഓട്ടോ ഡ്രൈവറാണ്. രാത്രി 7 മണിക്ക് ശേഷം അങ്ങനെ ഇങ്ങൊന്നും 2 ബസ് വന്ന് ഞാൻ മൊത്തം ബ്ലോക്കായി. അപ്പുറ സൈഡും വണ്ടിയിൽ ഇപ്പുറ സൈഡും പാർക്ക് ചെയ്ത് വേണം. ഉള്ളിൽ പാർക്ക് ചെയ്യാൻ സ്ഥലമില്ല, മൊത്തം ബ്ലോക്കാണ്. ഞാൻ പഴയങ്ങാടിയിൽ നിന്ന് ഓട്ടോ എടുക്കുന്ന ഒരു ഓട്ടോ ഡ്രൈവറാണ്. അപ്പോൾ നമ്മളെ ഈ റോഡ് സൈഡിലുള്ള വാഹനങ്ങൾ 2 ഭാഗത്തും വാഹനങ്ങളെങ്കിലും വെച്ചതുകൊണ്ട് വലിയ ബ്ലോക്ക് ഉണ്ടാകുന്നുണ്ട്. ഡെയിലി നമുക്കൊന്നും പണിയെടുക്കാൻ വേണ്ടി പറ്റുന്നില്ല. അപ്പോൾ അതിനുള്ള സൗകര്യം റെയിൽവേ ഉണ്ടാക്കി തരണം. പഴയങ്ങാടി റെയിൽവേ സ്റ്റേഷൻ വികസനത്തിന് അധികൃതരുടെ ഭാഗത്ത് നിന്ന് ആവശ്യമായ നടപടി ഉണ്ടാകണമെന്നാണ് നാട്ടുകാർ ആവശ്യപ്പെടുന്നത്. ന്യൂസ് ബ്യൂറോ, പഴയങ്ങാടി. ഇറച്ചിക്കോഴിയുടെ വിലയിടിവ് കോഴി കർഷകർക്ക് വയറ്റത്തടിയാകുന്നു. ഇപ്പോഴത്തെ വില നിലവാരം വെച്ച് കോഴിക്ക് കിലോയ്ക്ക് 20 രൂപ വരെ നഷ്ടം വരുമെന്നാണ് കർഷകർ പറയുന്നത്. ഒരു കോഴിയെ 40 ദിവസമേ വളർത്തേണ്ടതുള്ളൂവെങ്കിലും അതിനുള്ള ചിലവ് ഭാരിച്ചതാണ്. കോഴിക്കുഞ്ഞ് ഒന്നിന് 50 രൂപ വിലയിലാണ് കർഷകർക്ക് ലഭിക്കുന്നത്. ഇവയുടെ വളർത്തുകാലയളവിനുള്ളിൽ 3 കിലോ തീറ്റ വേണം. ഇതിന്റെ ചിലവ് 100 രൂപയിലധികം വരും. മരുന്നും മറ്റ് ചിലവുമായി കോഴിയൊന്നിന് 5 രൂപയും വരും. ഇതുകൂടാതെ വൈദ്യുതി ചാർജ്, പണിക്കൂലി, മരപ്പൊടി എന്നിവയുടെ ചിലവും വരും. അതായത് 2 കിലോ വരുന്ന കോഴിക്ക് 170 രൂപയോളം ചിലവ് വരും. കിലോയ്ക്ക് 85 രൂപ എന്നർത്ഥം. ഇവ ഫാമിൽ നിന്ന് കച്ചവടക്കാർക്ക് കൊടുത്താൽ ഇപ്പോഴത്തെ റേറ്റ് വെച്ച് 65 രൂപ കിലോയ്ക്ക് കിട്ടുമെന്ന് സാരം. അപ്പോൾ 1 കിലോ കോഴിക്ക് 20 മുതൽ 25 രൂപ വരെ നഷ്ടം വരും. ഇതിനേക്കാൾ എല്ലാം ഉപരി 100 കോഴിക്കുഞ്ഞുങ്ങളെ ഇട്ടാൽ ഏറ്റവും ചുരുങ്ങിയത് 20 എണ്ണമെങ്കിലും ചത്തുപോകും. ഇതെല്ലാം കൂടിയാകുമ്പോൾ ഭീമമായ നഷ്ടമാണ് കർഷകർക്കുണ്ടാവുക. ഇതിപ്പോൾ നമ്മൾ 45 രൂപയ്ക്ക് മേടിച്ചിട്ട് കോഴിക്കുഞ്ഞാണ്. ഇതിൻ്റെ പുറമെ ഒരു 3.5 കിലോ തീറ്റ വേണം ഒരു കോഴിക്ക്. അപ്പോൾ തീറ്റയ്ക്ക് 30 രൂപയ്ക്ക് മേലെ പൈസയാകുന്നുണ്ട്. അപ്പോൾ 3.5 കിലോയ്ക്ക് 110 രൂപ തോതിൽ വരും. 45 രൂപ കുഞ്ഞിനും വരും. പിന്നെ കറണ്ട് ചാർജ്, മറ്റ് ചിലവുകളെല്ലാം കൂടെ കൂട്ടുമ്പോൾ ഇതിന് ചെറിയ വരിക കൊടുക്കേണ്ടി വരും. എല്ലാം കൂടെ കൂട്ടി ഒരു 80 രൂപയ്ക്ക് മേലെ മുടക്ക് വരുന്നുണ്ട്. 80-85 രൂപ വരെയും വരും. കേരളത്തിന് പുറത്തുനിന്ന് 20-25 രൂപ വെച്ച് കോഴിക്കുഞ്ഞുങ്ങളെ ലഭ്യമാവുകയും കോഴിത്തീറ്റയുടെ വില നിലവിലുള്ളതിനേക്കാൾ പകുതിയായി കുറയുകയും ചെയ്താൽ മാത്രമേ മലയോരത്തെ കോഴി കർഷകർക്ക് നിലനിൽപ്പുള്ളൂ. 1000 മുതൽ 5000 വരെ കോഴികളെ വളർത്തുന്ന ഫാമുകൾ മലയോരത്തുണ്ട്. ഈ അവസ്ഥ തുടർന്നാൽ കർഷക ആത്മഹത്യയ്ക്ക് പകരം കോഴി കർഷക ആത്മഹത്യ കേരളം കാണേണ്ടി വരും. നെറ്റ്വർക്ക് ന്യൂസ്, ചെറുപുഴ. പകർച്ചവ്യാധികൾ പടർന്നു പിടിക്കുന്ന ഈ മഴക്കാലത്ത് കൊതുകുകൾക്ക് പെറ്റുപെരുകാൻ സൗകര്യമൊരുക്കിക്കൊടുത്ത് ഒരിടം. കുഞ്ഞിമംഗലം ആണ്ടാങ്കോവിലാണ് റോഡരികിലെ കുഴിയിൽ മലിനജലം കെട്ടിക്കിടന്ന് പ്രദേശവാസികൾക്ക് ദുരിതമായിരിക്കുന്നത്. എന്നാൽ ഇതൊന്നും കണ്ണിൽപ്പെടാതെ അധികാരികൾ. മഴ പെയ്താൽ വെള്ളം നിറയും, പാടത്തായാലും പറമ്പിലായാലും. എന്നാൽ വെള്ളം കെട്ടിക്കിടന്ന് മലിനമായാൽ അത് സൃഷ്ടിക്കുന്ന ബുദ്ധിമുട്ട് വേറെയാണ്. കുഞ്ഞിമംഗലം ആണ്ടാങ്കോവൽ പ്രദേശത്തുകാർ അനുഭവിക്കുന്ന പ്രശ്നവും മറ്റൊന്നല്ല. ഇവിടെ 7 ലോഡ് ആണ്ടാങ്കോവൽ റോഡരികിൽ പൊതുസ്ഥലത്തെ കുഴികളിൽ ഒഴുകിപ്പോകാതെ കെട്ടിക്കിടക്കുന്ന മലിനജലം ഇവിടത്തുകാർക്ക് ഉണ്ടാക്കുന്ന ബുദ്ധിമുട്ടുകൾ ചെറുതല്ല. നാടെങ്ങും പകർച്ചവ്യാധികൾ പടർന്നു പിടിക്കുമ്പോൾ ഇവിടെ കൊതുകുകൾക്കും മറ്റും പെറ്റുപെരുകുവാൻ സൗകര്യം ഒരുക്കിക്കൊടുക്കുകയാണ് അധികൃതർ. വെള്ളം ഒഴുകിപ്പോകാതെ കെട്ടിക്കിടന്ന് മലിനമായത് കാരണം ഇവിടങ്ങളിലെ കച്ചവടക്കാർക്കും വീട്ടുകാർക്കും ദുരിതമായിരിക്കുകയാണ്. എത്രയും പെട്ടെന്ന് ഇതിനൊരു പരിഹാരം കണ്ടെത്തണമെന്നാണ് പ്രദേശവാസികളുടെ ആവശ്യം.
തൃക്കരിപ്പൂർ മാത്തിൽ റോഡിന് ശാപമോക്ഷമായി. റോഡ് തകർന്നതിനെ തുടർന്ന് ഓട്ടോ തൊഴിലാളിയുടെ നേതൃത്വത്തിൽ വാഴ നട്ടും മറ്റും പ്രതിഷേധ സമരം നടത്തിയിരുന്നു. നിരവധി സമരങ്ങൾക്കൊടുവിലാണ് റോഡ് നവീകരണം ആരംഭിക്കുന്നത്. വാഹനയാത്രക്കാരുടെ നടുവോടിയുന്ന തരത്തിൽ വർഷങ്ങളായി തകർന്നു കിടന്നിരുന്ന തൃക്കരിപ്പൂർ മാത്തിൽ റോഡ് അറ്റകുറ്റപ്പണി ആരംഭിച്ചു. തൃക്കരിപ്പൂർ നടക്കാവിൽ നിന്നും മാത്തിലേക്ക് തിരിയുന്ന ഭാഗം മുതൽക്കാണ് റോഡ് ഉയർത്തി അറ്റകുറ്റപ്പണി ആരംഭിച്ചത്. റോഡിന്റെ ശോചനീയാവസ്ഥയെ തുടർന്ന് ഓട്ടോ തൊഴിലാളികൾ ഏതാനും ദിവസം മുമ്പ് പ്രകടനം നടത്തിയും വാഴ നട്ടും പ്രതിഷേധിച്ചിരുന്നു. നടക്കാവ് ഈയക്കാട് ഭാഗങ്ങളിലായി റോഡ് തകർന്ന് വലിയ കുഴി രൂപപ്പെട്ടിരുന്നു. പൊട്ടിത്തകർന്ന ഭാഗങ്ങളിൽ വൈറ്റ് മെറ്റൽ ഉപയോഗിച്ച് 15 സെന്റിമീറ്റർ ഉയരത്തിലാണ് അറ്റകുറ്റപ്പണി നടത്തുന്നത്. നടക്കാവ് ഈയക്കാട് ജംഗ്ഷനിലും മൈത്താണിയിലും AKG വായനശാല പരിസരത്തും ഈയക്കാട് പാലം പരിസരത്തുമായി നിരവധി തകർന്ന ഭാഗങ്ങൾ റോഡ് ഉയർത്തി ടാറിംഗ് നടത്തും. റോഡരികിൽ പലയിടങ്ങളിലായി വഴിമുടക്കുന്ന വൈദ്യുത തൂണുകൾ മാറ്റി സ്ഥാപിച്ച ശേഷമാവും തൃക്കരിപ്പൂർ മാത്തിൽ റോഡിൽ പൂർണ്ണമായി ടാറിംഗ് നടത്തുകയെന്ന് അധികൃതർ അറിയിച്ചു. തൃക്കരിപ്പൂറുകാർക്ക് കരിവെള്ളൂർ ഭാഗത്തെത്താൻ ഏറ്റവും എളുപ്പമുള്ള റോഡാണിതെന്നതിനാൽ കൂടുതൽ യാത്രക്കാർ ഉപയോഗിച്ചു വരുന്നുണ്ട്. ഈയക്കാട് വഴി പുത്തൂരിലേക്ക് ഓടിക്കൊണ്ടിരുന്ന KSRTC ബസ് റോഡിന്റെ തകർച്ച മൂലം നിർത്തിവെച്ചിരിക്കുകയാണ്. വർഷങ്ങളായി തകർന്നു കിടന്ന റോഡിന്റെ ശോചനീയാവസ്ഥയെക്കുറിച്ച് നെറ്റ്വർക്ക് വാർത്ത ചെയ്തിരുന്നു. കാസർഗോഡ് ജില്ലാ പഞ്ചായത്ത് അംഗം PV പത്മജ മുൻകൈയെടുത്താണ് റോഡ് പണിക്ക് നടപടിയായത്. ന്യൂസ് ബ്യൂറോ, തൃക്കരിപ്പൂർ. കല്യാശ്ശേരി ബ്ലോക്ക് പഞ്ചായത്തിന് പുതിയ ആസ്ഥാന മന്ദിരം ഒരുങ്ങുന്നു. ചെറുകുന്ന് പഞ്ചായത്തിലെ താപം വ്യവസായ എസ്റ്റേറ്റിലാണ് പുതിയ കെട്ടിടം ഒരുങ്ങുന്നത്. അസൗകര്യത്താൽ വീർപ്പുമുട്ടുന്ന കല്യാശ്ശേരി ബ്ലോക്ക് പഞ്ചായത്തിന് പുതിയ കെട്ടിടം ഒരുങ്ങുന്നു. ഇരണാവിലെ വാടക കെട്ടിടത്തിലാണ് ഇപ്പോൾ ബ്ലോക്ക് പഞ്ചായത്തിന്റെ പ്രവർത്തനം. താപം വ്യവസായ എസ്റ്റേറ്റിലാണ് പുതിയ കെട്ടിടം നിർമ്മിക്കുക. കല്യാശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് രൂപീകരിച്ച് 7 വർഷം പൂർത്തിയാക്കുമ്പോൾ തന്നെ പുതിയ കെട്ടിടം നിർമ്മിക്കാൻ സാധിച്ചത് ഭരണസമിതിയുടെ ശക്തമായ ഇടപെടലാണ്. കല്യാശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് മുൻ പ്രസിഡന്റ് P. കണ്ണൻ, ഇപ്പോഴത്തെ പ്രസിഡന്റ് VV പ്രീത, സ്ഥലം MLA TV രാജേഷ് എന്നിവരുടെ ഇടപെടലാണ് ബ്ലോക്ക് പഞ്ചായത്തിന് സ്വന്തമായൊരു കെട്ടിടം എന്ന ആഗ്രഹം യാഥാർത്ഥ്യമാക്കാൻ സാധിക്കുന്നത്. ബ്ലോക്ക് പഞ്ചായത്തിനെ സംബന്ധിച്ചോളം വലിയ സന്തോഷമാണ് ഞങ്ങളുടെ മുന്നിലുള്ളത്. അപ്പോൾ 6 കോടി രൂപയാണ് ഞങ്ങളുടെ ഇതിൻ്റെ പ്രോജക്റ്റ് പദ്ധതി പ്രവർത്തനത്തിനായിട്ട് ഫണ്ട് ഗവൺമെൻറ്റോട് ആവശ്യപ്പെട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ഒരു ആദ്യത്തെ ഘട്ടം എന്നുള്ള രീതിയിൽ ഞങ്ങളിതിൻ്റെ പ്രപ്പോസൽ ബഹുമാനപ്പെട്ട നമ്മുടെ തിരുവനന്തപുരത്ത് പോയി തന്നെ കമ്മീഷനെ നേരിട്ട് കണ്ട് ഞങ്ങൾ ബ്ലോക്ക് പഞ്ചായത്ത് അവിടെ കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ഫയൽ വർക്കൊക്കെ നീക്കി. അപ്പോൾ താവം എന്ന പ്രദേശം അവിടെ നമുക്കറിയാം വെള്ളക്കെട്ട് ഉള്ള സ്ഥലം തന്നെയാണ്. പക്ഷേ അതിൽ നിന്ന് ഒരു കുറച്ചും കൂടി നല്ല വ്യത്യസ്തമായിക്കൊണ്ട് തന്നെ അതിൻ്റെ സൈറ്റ് നമുക്കറിയാം വ്യവസായ എസ്റ്റേറ്റ് ഞങ്ങളുടെ ബ്ലോക്ക് പഞ്ചായത്തിൽ കുറച്ച് വ്യവസായ എസ്റ്റേറ്റ് സ്ഥിതി ചെയ്യുന്ന ഒരു സ്ഥലം കൂടിയാണത്. കല്യാശ്ശേരി ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ ആസ്ഥാനം താപം ഗേറ്റിൻ്റെ സമീപത്ത് വരുന്നത് കൊണ്ട് ഈ പരിസരത്തിലെ ജനങ്ങൾക്ക് വളരെ ഉപകാരപ്രദമായിരിക്കും. മുൻപ് തളിപ്രമ്പ് ബ്ലോക്ക് പഞ്ചായത്തിന്റെ കീഴിലായിരുന്നു താപം വ്യവസായ എസ്റ്റേറ്റ്. മുൻ തളിപ്രമ്പ് ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് താവം ബാലകൃഷ്ണന്റെ ഇടപെടലാണ് അന്ന് നാമമാത്രമായ തുകയ്ക്ക് താവത്തെ ചേണിച്ചേരി വീട്ടിൽ സരോജിനി അമ്മയിൽ നിന്ന് ഈ സ്ഥലം ഏറ്റെടുക്കാൻ സാധിച്ചത്. ജനപ്രതിനിധികളുടെയും സാമൂഹ്യ രാഷ്ട്രീയ രംഗത്തുള്ളവരുടെയും ഇടപെടലും സർക്കാരിന്റെ ഇടപെടലുമാണ് ഇവിടെ ബ്ലോക്ക് പഞ്ചായത്ത് കാര്യാലയം നിർമ്മിക്കാൻ വഴിതെളിയിച്ചത്. നികേഷ് താവം, ന്യൂസ് ബ്യൂറോ, പഴയങ്ങാടി. കർഷക സംഘം തെക്കുംപാട് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തരിശുപാടത്തിൽ കൃഷിയൊരുങ്ങുന്നു. ലീഡ് പദ്ധതിയുടെ ഭാഗമായാണ് കൃഷി. യന്ത്രവൽകൃത ഞാറുനടീലിന്റെ ഉദ്ഘാടനം കർഷക സംഘം മാടായി ഏരിയ പ്രസിഡന്റ് CV ദാമോദരൻ നിർവഹിച്ചു. കുഞ്ഞിമംഗലം തെക്കുംപാട്ടെ തെക്കേവയൽ പാടശേഖരത്തിലാണ് കൃഷിയെടുക്കുന്നത്. തരിശായി കിടന്ന 10 ഏക്കറോളം സ്ഥലത്ത് മഹാമായ നെൽവിത്ത് ഉപയോഗിച്ചാണ് കൃഷി ചെയ്യുന്നത്. കർഷക സംഘം തെക്കുംപാട് വില്ലേജ് കമ്മിറ്റിയുടെയും കൃഷിവകുപ്പ് ലീഡ് പ്രൊജക്ടിന്റെയും ആഭിമുഖ്യത്തിൽ പയ്യന്നൂർ ബ്ലോക്ക് പഞ്ചായത്തിന്റെ കാർഷിക സേവന കേന്ദ്രത്തിന്റെയും സഹകരണത്തോടെയാണ് പായഞ്ഞാറ്റടി യന്ത്രവൽകൃത കൃഷിയൊരുക്കുന്നത്. കർഷക സംഘം മാടായി ഏരിയ പ്രസിഡന്റ് CV ദാമോദരൻ നടയിൽ ഉദ്ഘാടനം നിർവഹിച്ചു. കേരളം ഒരു കാലത്ത് 72-73 കാലത്ത് 13 ലക്ഷം ഹെക്ടർ കൃഷിഭൂമിയിൽ നെൽകൃഷി ചെയ്തിട്ടുള്ള സംസ്ഥാനമായിരുന്നു കേരളം. ഇപ്പോഴത് 2.25 ലക്ഷമായിട്ട് ചുരുങ്ങിയിരിക്കുന്നു. ആ 2 ലക്ഷം ഹെക്ടർ കൃഷിഭൂമി അത് ഏറ്റവും ചുരുങ്ങി ഈ ഒരു വർഷം 1 ലക്ഷം ഹെക്ടറെങ്കിലും നെൽകൃഷിക്ക് ഉപയുക്തമാക്കണം, നെൽകൃഷി ചെയ്യണം. ചടങ്ങിൽ കൃഷി ഓഫീസർ രമ്യാഭായ് MP അധ്യക്ഷത വഹിച്ചു. PV ദിനേശൻ, ആശാസി, ജയന്തി KV ഗോപാലൻ, KV വാസു തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്ര.
കൈവരികളില്ല. അരവഞ്ചാൽ പാലത്തിൽ ഏതു സമയത്തും അപകടം ഉറപ്പ്. ദിനംപ്രതി നൂറുകണക്കിന് വാഹനങ്ങൾ കടന്നു പോകുന്ന ഈ പാലത്തിന്റെ അപകടാവസ്ഥ ആരും കാണുന്നില്ല എന്നതാണ് സത്യം. അരവഞ്ചാൽ ടൗണിന് സമീപത്തുള്ള ഈ പാലത്തിന്റെ കൈവരികൾ പൂർണ്ണമായും വാഹനങ്ങൾ തകർത്തവയാണ്. തൊട്ടടുത്ത് പുറക്കുന്ന റോഡിൽ നിന്നും ഒരു വാഹനം ഈ വഴി അപ്രതീക്ഷിതമായി കടന്നു വന്നാൽ സൈഡ് കൊടുക്കേണ്ടി വരികയും തോട്ടിൽ വീഴുമെന്നും ഉറപ്പ്. ഏറ്റവും കൂടുതൽ ബസ് ഓടുന്ന പയ്യന്നൂർ ചെറുപുഴ റോഡിൽ ഇത്തരമൊരു പാലം എന്നത് പറയാൻ തന്നെ നാണക്കേടാണ്. അരവഞ്ചാൽ ടൗണിന് തൊട്ടടുത്താണ് ഈ പാലം. ഇതിന്റെ തകർന്ന കൈവരികളാണ് തോട്ടിൽ കുളിക്കുന്നവർ അലക്കാനായി ഉപയോഗിക്കുന്നത്. പാലത്തിന്റെ ഇരുവശങ്ങളിലും കാടുകയറി മൂടിയതിനാൽ കൈവരികൾ ഉണ്ടോ എന്ന് പോലും തിരിച്ചറിയാൻ കഴിയില്ല. ഈ അപകടാവസ്ഥ പരിഹരിക്കാൻ പൊതുമരാമത്ത് വകുപ്പ് വിചാരിച്ചാൽ താൽക്കാലികമായെങ്കിലും കഴിയുമെങ്കിലും അപകടത്തിന് ശേഷം പരിഹാരമെന്ന നയം വകുപ്പ് ഇവിടെയും നടപ്പാക്കുകയാണ്. നെറ്റ്വർക്ക് ന്യൂസ്, ചെറുപുഴ. PWD മാടായി സെക്ഷൻ പരിധിയിലെ റോഡുകളുടെ അറ്റകുറ്റപ്പണി തുടങ്ങി. 3 ലക്ഷം രൂപ ചിലവിലാണ് പ്രവൃത്തി. PWD മാടായി സെക്ഷൻ പരിധിയിലെ റോഡുകളിലാണ് കുഴിയടക്കൽ പ്രവൃത്തി നടക്കുന്നത്. പൂർണ്ണമായും തകർന്ന പഴയങ്ങാട് റെയിൽവേ സ്റ്റേഷൻ റോഡിലാണ് പ്രവൃത്തി ആദ്യം തുടങ്ങിയത്. ഇവിടെ റോഡിന്റെ തകർച്ച ഗതാഗതക്കുരുക്ക് വർദ്ധിപ്പിച്ചിരുന്നു. നേരത്തെ ഓട്ടോ തൊഴിലാളികളുടെ നേതൃത്വത്തിൽ കുഴിയടക്കൽ പ്രവൃത്തി നടത്തിയിരുന്നു. കാഷ്യൂനിക് ബിറ്റ്മിൻ ഒഴിച്ച് കുഴികളിൽ ഷെൽമാർക്ക് റെഡിമിക്സ് കൊണ്ടാണ് കുഴിയടക്കുന്നത്. പ്രദേശത്ത് മെക്കാഡൻ ടാറിംഗ് പ്രവൃത്തി ഉടൻ ആരംഭിക്കണമെന്ന് ഓട്ടോ തൊഴിലാളികൾ ആവശ്യപ്പെടുന്നു. റെയിൽവേ സ്റ്റേഷൻ റോഡ്, കോലത്തുവയൽ റോഡ്, നെരുവമ്പ്രം ശ്രീസ്താർ റോഡ്, എട്ടിക്കുളം റോഡ് എന്നിവിടങ്ങളിലും കുഴിയടക്കൽ പ്രവൃത്തി നടന്നുവരുന്നു. ന്യൂസ് ബ്യൂറോ, പഴയങ്ങാടി. കരിവള്ളൂർ ഓണക്കുന്നിൽ കിണറുകളിൽ മാലിന്യം കണ്ടെത്തി. മുച്ചിലോട്ട് കളിയാട്ട സമയത്തെ ജൈവ മാലിന്യങ്ങൾ കുഴിച്ചിട്ടതാണ് സമീപത്തെ കിണറുകൾ മലിനമാകാൻ കാരണമെന്നാണ് വീട്ടുകാരുടെ പരാതി. കരിവെള്ളൂർ മുച്ചിലോട്ടിന് സമീപത്തെ പാവൂർ ബാബു, പി രത്നാകരൻ എന്നിവരുടെ കിണറുകളിലാണ് മാലിന്യം കാണപ്പെടുന്നത്. കിണറുകളിൽ നിന്നും രൂക്ഷമായ ദുർഗന്ധമാണ് വമിക്കുന്നത്. കളിയാട്ടക്കാലത്ത് ഭക്ഷണം നൽകിയതിന്റെ അവശിഷ്ടങ്ങൾ കുഴിച്ചിട്ടതാണ് മാലിന്യം സമീപത്തെ കിണറുകളിൽ കാണപ്പെടാൻ കാരണമെന്ന് വീട്ടുകാർ പറയുന്നു. ഈ രൂക്ഷമായ ഗന്ധം അനുഭവപ്പെടുന്നു. നമ്മുടെ മാനി 2 ദിവസം മുമ്പ് ഛർദി ഇതെല്ലാം വന്നു. ഡോക്ടറെ അടുത്ത് പോയി രാത്രി. അങ്ങനെ എൻ്റെ ഒരു അവസ്ഥയാണ് ഇപ്രാവശ്യം. അതേപോലെ മുച്ചിലോട്ടെ ഭാരവാഹികളോട് പരാതിപ്പെട്ടപ്പോൾ തൊട്ടപ്പുറത്തെ വീട്ടിൽ നിന്നും വെള്ളമെടുക്കാൻ പൈപ്പിട്ട് സൗകര്യമൊരുക്കിയിട്ടുണ്ടെന്നും വേനൽക്കാലം എത്തുമ്പോൾ കിണർ വറ്റിച്ച് ശുദ്ധീകരിച്ചു കൊടുക്കാമെന്നും ഭാരവാഹികൾ പറഞ്ഞു. എന്നാൽ ഇത്തരത്തിൽ പൈപ്പിട്ട് വെള്ളമെടുക്കുന്നതിൽ പരിമിതിയുണ്ടെന്നാണ് വീട്ടുകാരുടെ ആക്ഷേപം. കുടിവെള്ളം പോലത്തെ അവസ്ഥയാണ്. ഒരു കൊല്ലം ഇത് നീണ്ടുനിൽക്കും. അതുപോലെ തന്നെ കഴിഞ്ഞ കല്യാണത്തിന് സംഭവിച്ച അയൽവാസി വളരെ കൂടുതൽ സംഭവിച്ചിട്ടുണ്ട്. അരിയും മറ്റും ആ കിണറിലേക്ക് വന്നിട്ട്. പക്ഷേ അത് 3 കൊല്ലം തുടർച്ചയായിട്ട് അത് അനുഭവപ്പെട്ടിരുന്നു. എന്നിട്ടും നമ്മൾ ഇത് പരാതി നൽകിയിരുന്നു. പക്ഷേ ഒരു നടപടിയും ഉണ്ടായില്ല. അതുപോലെ തന്നെ ഇതും നമ്മളെ കുടിവെള്ളം നഷ്ടപ്പെട്ടിരിക്കുക. ഇനി 1 കൊല്ലം കാത്തിരിക്കുന്നത് മാറ്റണം തന്നെ. ഈ കിണറിലെ വെള്ളം അറിയാതെ കുടിച്ചത് കാരണം രത്നാകരന്റെ മകന് ഛർദിയും അനുഭവപ്പെട്ടിരുന്നു. വീട്ടുകാർ ആരോഗ്യവകുപ്പിലും പഞ്ചായത്തിലും പരാതി നൽകിയിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, കരിവെള്ളൂർ. കടല വിൽപ്പനയ്ക്കിടയിലും അഭിനയ ജീവിതത്തിന്റെ 3 പതിറ്റാണ്ട് പൂർത്തിയാക്കിയിരിക്കുകയാണ് പിലാത്തറയിലെ രവീന്ദ്രൻ പെരിയാട്ട്. വിസ്മയിപ്പിക്കുന്ന നാടകാനുഭവങ്ങളാണ് നമുക്ക് മുന്നിൽ രവീന്ദ്രൻ പങ്കുവെക്കുന്നത്. ടി ബാബു പഴയങ്ങാട് തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. ഇത് രവീന്ദ്രൻ പെരിയാട്ട്. പിലാത്ര ബസ് സ്റ്റാൻഡ് കോംപ്ലക്സിന് മുന്നിലുള്ള ഈ കടല വിൽപ്പനക്കാരൻ കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ നടക്കുന്ന നാടകങ്ങളിൽ ദീപനിയന്ത്രണത്തിലും അഭിനയത്തിലും സജീവമായുള്ള ഒരാളാണെന്ന് പലർക്കും അറിയില്ല. പൊള്ളുന്ന മണലിൽ കടല വറുക്കുമ്പോഴും രവീന്ദ്രന് മനസ്സ് നിറയെ പ്രകാശത്തിൽ കുളിച്ചു നിൽക്കുന്ന അരങ്ങാണ്. ഹൈസ്കൂൾ വിദ്യാഭ്യാസ കാലത്ത് തന്നെ നാടക പ്രവർത്തനം തുടങ്ങി. ആദ്യ നാടകത്തിൽ തന്നെ മികച്ച നടനുള്ള സമ്മാനങ്ങളും നേടി. തുടർന്ന് സുഹൃത്തുക്കളുമായി ചേർന്ന് പെരിയാട്ട് സംഘം കലാവേദി രൂപീകരിച്ച് നാടകരംഗത്തെ ഗുരുവായ ബാഹുലേഖൻ മണ്ടൂർ എന്ന നാടകപ്രവർത്തകന്റെ കൂടെ നിരവധി നാടകങ്ങൾ ചെയ്തു. കേരളോത്സവം സജീവമായിരുന്ന കാലത്ത് ചെറുതാഴം പഞ്ചായത്തിൽ കേരളോത്സവത്തിൽ തുടർച്ചയായി 4 തവണ മികച്ച നടനായത് പ്രത്യേക അനുഭവമായിരുന്നെന്ന് ഇദ്ദേഹം എടുത്തു പറയുന്നു. ഗിരീഷ് ഗ്രാമിക, പ്രദീപ് മണ്ടൂർ, ശശിധരൻ കോക്കാട് തുടങ്ങിയവരുടെ നാടകങ്ങളിൽ നടനായിരുന്നു. ശശിധരൻ കോക്കാട് സംവിധാനം ചെയ്ത ദൊന്നോം എന്ന നാടകത്തിലെ അഭിനയത്തിന് മികച്ച നടനുള്ള തോപ്പിൽ ബാസി സ്മാരക സംസ്ഥാന പുരസ്കാരവും നേടി. പ്രശസ്ത നാടക സംവിധായകരായ KP ഗോപാലൻ, മഞ്ജുളൻ തുടങ്ങിയവരുടെ കൂടെ നിരവധി നാടകങ്ങളിൽ നടനായി അഭിനയിച്ചിട്ടുണ്ട്. ജില്ലയിലെ തന്നെ പ്രധാന നാടക സമിതികളായ APAC പയ്യന്നൂർ, സുരാസു പയ്യന്നൂർ, പാടിയിൽ ഗ്രാമവേദി,
കലാനിലയം കുഞ്ഞിമംഗലം, മണ്ടൂർ അഴീക്കോടൻ സ്മാരക കലാസമിതി, കുന്നുംപുറം ദേശീയ കലാസമിതി എന്നിവയിലെല്ലാം രവീന്ദ്രൻ്റെ സാന്നിധ്യമുണ്ട്. ഭാര്യ വിനീതയും ആരതി, അഭിജിത്ത് എന്നിവരടങ്ങുന്ന കുടുംബമായി പെരിയാട്ട് താമസിക്കുന്നു. ഉപജീവനത്തിനായി കടല വിൽപ്പനയിൽ സജീവമായിട്ടുണ്ടെങ്കിലും കലയോടുള്ള അടങ്ങാത്ത ആഗ്രഹം രവീന്ദ്രനിൽ നിറഞ്ഞു നിൽക്കുന്നു. നെറ്റ്വർക്ക് ന്യൂസിനു വേണ്ടി ടി ബാബു, പഴയങ്ങാടി. പാലാവയൽ തയ്യനി റോഡിന് ശാപമോക്ഷമായി. റോഡ് നവീകരണ പ്രവൃത്തി ആരംഭിച്ചു. PMGSY പദ്ധതി പ്രകാരം 5.14 കോടി രൂപയാണ് ഈ റോഡിനായി വകയിരുത്തിയത്. 5.5 കിലോമീറ്റർ ദൈർഘ്യമുള്ള റോഡിന് 9 മീറ്റർ വീതിയും 5.5 മീറ്റർ വീതിയിൽ ടാറിങ്ങും നടക്കും. ഈസ്റ്റ് എളേരി പഞ്ചായത്തിലെ ഏറ്റവും അധികം വാഹനങ്ങൾ കടന്നുപോകുന്നതുമായ ഈ റോഡിന്റെ ശാപമോക്ഷം ഇന്നാട്ടുകാരുടെ ചിരകാല അഭിലാഷമായിരുന്നു. ന്യൂസ് ബ്യൂറോ, ചെറുപുഴ. CHന്റെ പ്രതിമ കാണാൻ കോടിയേരി എത്തി. പ്രശസ്ത ശില്പി ഉണ്ണിക്കാനായി നിർമ്മിക്കുന്ന CHന്റെ ശില്പം തലശ്ശേരി കതിരൂർ CH വായനശാലയ്ക്ക് വേണ്ടിയാണ്. വേണ്ട നിർദ്ദേശങ്ങൾ നൽകിയാണ് കോടിയേരി മടങ്ങിയത്. പ്രശസ്ത ശില്പി ഉണ്ണിക്കാനായി നിർമ്മിക്കുന്ന CH കണാരന്റെ ശില്പം കാണാൻ CPM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ എത്തി. കാനായിലെ ഉണ്ണിയുടെ വീട്ടിലെത്തിയാണ് കോടിയേരി CHന്റെ പ്രതിമ നോക്കിക്കണ്ടത്. കളിമണ്ണിൽ നിർമ്മിച്ച ശില്പം നിരീക്ഷിച്ച് വേണ്ട നിർദ്ദേശങ്ങൾ കൂടി നൽകിയാണ് കോടിയേരി മടങ്ങിയത്. തലശ്ശേരി കതിരൂരിൽ CH വായനശാലയ്ക്ക് വേണ്ടിയാണ് CH കണാരന്റെ ശില്പം ഒരുക്കുന്നത്. കാരായി രാജൻ ചെയർമാനും പുത്തലത്ത് സുരേഷ് ബാബു കൺവീനറുമായുള്ള കമ്മിറ്റിയിൽ മുഖ്യ രക്ഷാധികാരികളായി മുഖ്യമന്ത്രി പിണറായി വിജയനും കോടിയേരി ബാലകൃഷ്ണനും P ജയരാജനുമുണ്ട്. പൂർണ്ണമായും ജനകീയ പങ്കാളിത്തത്തോടെയാണ് CHന്റെ പ്രതിമ നിർമ്മിക്കുന്നത്. ഇതുകൂടാതെ തായ്നേരി സെൻട്രലിൽ നിർമ്മിച്ച രക്തസാക്ഷി, CV ധനരാജ് വെയിറ്റിംഗ് ഷെൽട്ടറിലേക്കായി നിർമ്മിച്ച ധനരാജിന്റെ ശില്പവും കോടിയേരി നോക്കിക്കണ്ടു. ഫൈബർ ഗ്ലാസിൽ നിർമ്മിച്ച ധനരാജിന്റെ ശില്പം ജൂലൈ 16-ന് CPIM പയ്യന്നൂർ ഏരിയ സെക്രട്ടറി TI മധുസൂദനൻ അനാച്ഛാദനം ചെയ്യും. സന്ദർശനത്തിൽ കോടിയേരിയോടൊപ്പം AN ഷംസീർ MLA, TI മധുസൂദനൻ, P സുരേഷ്, ജീവൻകുമാർ, M രഞ്ജിത്ത്, കൃഷ്ണപ്രസാദ് എന്നിവരുമുണ്ടായിരുന്നു. ദേശീയ തൊഴിലുറപ്പ് പദ്ധതിയിൽ പ്രവർത്തിക്കുന്നവരുടെ ശമ്പള കുടിശ്ശിക അനുവദിച്ചു കിട്ടിയതിൽ ആഹ്ലാദം പ്രകടിപ്പിച്ച് NREG വർക്കേഴ്സിന്റെ നേതൃത്വത്തിൽ പാതയോരം ശുചീകരിച്ചു. കാങ്കോൽ ആലപ്പടമ്പ് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് KM ബാലകേശവൻ ഉദ്ഘാടനം ചെയ്തു. കഴിഞ്ഞ 7 മാസക്കാലമായി മുടങ്ങിക്കിടന്ന ശമ്പള കുടിശ്ശിക അനുവദിച്ചു കിട്ടിയതിൽ ആഹ്ലാദം പ്രകടിപ്പിച്ച് കാങ്കോൽ ആലപ്പടമ്പ് പഞ്ചായത്തിലെ വിവിധ പാതയോരങ്ങൾ തൊഴിലുറപ്പ് തൊഴിലാളികൾ ശുചീകരിച്ചു. കാങ്കോൽ ആലപ്പടമ്പ് ഗ്രാമപഞ്ചായത്തിലും എല്ലാ തൊഴിലുറപ്പ് തൊഴിലാളികൾ ആകമാനം പഞ്ചായത്തിലെ മുഴുവൻ റോഡുകളുടെയും ഗ്രാമീണ റോഡുകളും അതുപോലെ തന്നെ PWD റോഡുകളുടെയും പാതയോരങ്ങൾ ശുചീകരിക്കുന്ന പ്രവർത്തനത്തിൽ ഏർപ്പെട്ടിരിക്കുകയാണ്. കാട് വെട്ടിത്തെളിച്ചും മാലിന്യങ്ങൾ നീക്കിയുമാണ് ഇവർ ശുചീകരിച്ചത്. നിരവധി ആളുകൾ ശുചീകരണ പ്രവർത്തനത്തിൽ പങ്കാളികളായി. കൊറിയയിൽ നടന്ന ജെൻജു ഓപ്പൺ ഇന്റർനാഷണൽ തൈക്കൊണ്ടോ ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യക്കായി സ്വർണം നേടിയത് തൃക്കരിപ്പൂർ എളമ്പച്ചി സ്വദേശി ശരണ്യ രാജു. ശാന്ത രാജു ദമ്പതികളുടെ മകളാണ് ഇന്ത്യയുടെ അഭിമാന താരമായത്. ഗ്രാമീണ മേഖല പുഴുശല്യത്തിൽ അമരുന്നു. എവിടെ നോക്കിയാലും കറുത്ത പുഴുക്കളാണ്. പുഴുശല്യം ജനങ്ങളെ പൊറുതിമുട്ടിക്കുകയാണ്. മഴ പെയ്തു വെയിൽ വരുന്നതോടെ ഗ്രാമീണ മേഖല പുഴുശല്യത്താൽ പൊറുതിമുട്ടുന്നു. വീട്ടുപറമ്പിലെ മരങ്ങളിലാണ് പുഴുക്കൾ നിറഞ്ഞിരിക്കുന്നത്. മരച്ചുവട് മുതൽ ശിഖരങ്ങൾ വരെ പുഴുക്കളിരിക്കുന്ന കാഴ്ചയാണുള്ളത്. മരത്തിന്റെ സമീപത്തുകൂടി കടന്നുപോകുന്നവരുടെ ദേഹത്ത് വീണാൽ ചൊറിഞ്ഞുപൊട്ടി കുമിളകൾ പൊങ്ങുന്നു. ചൂണ്ടുവിരലോളം വലിപ്പമുള്ള ഇവ തെങ്ങുകളിലും റബ്ബർ തോട്ടങ്ങളിലും നിറഞ്ഞിരിക്കുകയാണ്. ന്യൂസ് ബ്യൂറോ, കരിവെള്ളൂർ. തൃക്കരിപ്പൂർ പാടിപ്പുഴയിൽ പന്നിയുടെ ജഡം. കഴിഞ്ഞ ദിവസം കരിവെള്ളൂർ AV സ്മാരക ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ അധ്യാപകരെയും വിദ്യാർത്ഥികളെയും ആക്രമിച്ച കാട്ടുപന്നി തന്നെയാണ് ഇത് എന്നാണ് നാട്ടുകാരുടെ നിഗമനം. കരിവെള്ളൂരിലെ ആക്രമണത്തിനു ശേഷം ഹൈവേ വഴി ഓടിയ പന്നി പാലത്തറ പാലത്തിനടിയിലേക്ക് പോകുന്നതായി കണ്ടുവെന്ന് നാട്ടുകാർ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു. രാത്രിയായതോടെ ഹൈവേയിൽ കയറിയ പന്നിയെ ലോറി തട്ടിയതായും നാട്ടുകാരിൽ സംസാരമുണ്ട്. ലോറി തട്ടിയ പരിക്കോടെ വീണ്ടും പുഴയിലേക്ക് ഇറങ്ങിയ പന്നി ബുധനാഴ്ച ചത്തുപൊങ്ങി പാടിപ്പുഴയിൽ ഒഴുകിയെത്തിയതാകാനാണ് സാധ്യത എന്നാണ് നാട്ടുകാർ പറയുന്നത്. വലിപ്പമേറിയ ആൺപന്നിയുടെ കൊമ്പുകൾ പൊട്ടിയ നിലയിലാണ്. ബുധനാഴ്ച വൈകിട്ട് 5 മണിയോടെ തൃക്കരിപ്പൂർ ചെറുകാനം പാടിപ്പുഴയിലാണ് പന്നിയുടെ ജഡം കണ്ടത്. പന്നിയുടെ പരാക്രമം മാധ്യമങ്ങൾ വഴിയറിഞ്ഞ നാട്ടുകാർ പന്നി പുഴയിൽ പൊന്തിയ വാർത്തയറിഞ്ഞതോടെ കടവത്തേക്ക് ഓടിയെത്തി.
വൈകുന്നേരം ഒരു 5 മണിയോടെയാണ് ഈ പള്ളിയിലെ ഈ അന്നൂർ ഭാഗത്തുള്ള സൈഡിലാണ് ഇങ്ങനെ കണ്ടിട്ടുണ്ടായത്. അപ്പോൾ അത് ഞാനിത് മറവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങോട്ട് കയറ്റിയത്. ഇത് വെള്ളത്തിൽ വീണിട്ട് നാറിയിട്ട് മോശമുണ്ടായിട്ട് ഇവിടുന്ന് കുളിക്കുന്നതാണ്. മറവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങോട്ട് കയറ്റിയാണ്. അപ്പോൾ ഇന്നലെ ഇത് മാണിയാട്ട് കരുവള്ളൂർ ആ ഭാഗത്തെല്ലാം ഒരുപാട് ആളെ കുത്തി പരിക്കേൽപ്പിച്ച ഒരു പന്നികൂടിയാണ്. കാഞ്ഞങ്ങാട്ടെ ഫോറസ്റ്റ് അധികൃതരുടെ നിർദ്ദേശത്തെ തുടർന്ന് കരക്കടുപ്പിച്ചിരിക്കുകയാണ്. തുടർന്ന് രാത്രി 9 മണിയോടെ ഫോറസ്റ്റ് അധികൃതരെത്തി പന്നിയെ കൊണ്ടുപോയി. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. പുറക്കുന്ന് നവോദയ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ രജത ജൂബിലി ആഘോഷങ്ങൾ സെപ്റ്റംബർ മുതൽ 2018 ഏപ്രിൽ വരെ നടക്കും. ഒരുക്കങ്ങൾ പൂർത്തിയായതായി ബന്ധപ്പെട്ടവർ മാധ്യമസമ്മേളനത്തിൽ അറിയിച്ചു. പൊറക്കുന്ന് നവോദയ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ രജത ജൂബിലി ആഘോഷങ്ങൾ സെപ്റ്റംബർ മുതൽ 2018 ഏപ്രിൽ വരെ നടക്കും. ആഘോഷ പരിപാടികളുടെ ഭാഗമായി കാർഷിക സെമിനാർ, മെഡിക്കൽ ക്യാമ്പുകൾ, മുൻകാല പ്രവർത്തകരുടെ സംഗമം, വനിതാ സംഗമം, തെരുവ് നാടക മത്സരം, നാടൻ കലാമേള, ഉത്തരമേഖലാ വോളിബോൾ ടൂർണമെന്റ്, കലാകായിക മത്സരങ്ങൾ, അറിവുത്സവം എന്നിവ സംഘടിപ്പിക്കും. ക്ലബിന്റെ പ്രവർത്തന പരിധിയിലെ വിവിധയിടങ്ങളിലായി നടക്കുന്ന പരിപാടികളുടെ നടത്തിപ്പിനായി പെരിങ്ങോം വയക്കര പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പി പ്രകാശൻ, എം രാമകൃഷ്ണൻ, കെ.പി. രാമകൃഷ്ണൻ എന്നിവരടങ്ങിയ വിപുലമായ സംഘാടക സമിതി രൂപവൽക്കരിച്ചു. വിവിധ മാസങ്ങളിലായി നടക്കുന്ന പരിപാടികളിൽ മന്ത്രിമാർ, സാംസ്കാരിക നായകന്മാർ എന്നിവരും പങ്കെടുക്കുമെന്ന് സംഘാടക സമിതി അംഗങ്ങളായ എം രാമകൃഷ്ണൻ, കെ.പി. രാമകൃഷ്ണൻ, ടി.വി. സുരേശൻ, പി.കെ. വിജയൻ എന്നിവർ അറിയിച്ചു. തൃക്കരിപ്പൂർ കൊയോങ്കര പുതിയടത്തൊട്ടിനിമീത്തിൽ ശ്രീ പൂമാല ഭഗവതി ക്ഷേത്രം ഭണ്ഡാരപ്പുരയുടെ കട്ടിലവെക്കൽ ചടങ്ങ് നടന്നു. ക്ഷേത്രം മേലാശാരി ബാലകൃഷ്ണൻ കാർമ്മികത്വം വഹിച്ചു. അതിപുരാതനമായ കൊയോങ്കര പുതിയടത്തട്ടിനിമീത്തൽ ശ്രീ പൂമാല ഭഗവതി ക്ഷേത്രത്തിലെ പുതുതായി നിർമ്മിക്കുന്ന ഭണ്ഡാരപ്പുരയുടെ കട്ടിലവെക്കൽ ചടങ്ങ് നടന്നു. ബുധനാഴ്ച രാവിലെ 8:40 മുതൽ 10 മണി വരെയുള്ള ശുഭമുഹൂർത്തത്തിൽ നടന്ന ചടങ്ങിന് ക്ഷേത്രം മേലാശാരി ബാലകൃഷ്ണൻ കാർമ്മികത്വം വഹിച്ചു. ക്ഷേത്രം അന്തിതിരിയൻ, ആചാരക്കാർ, ക്ഷേത്രം സ്ഥാനികൾ, ബാല്യക്കാർ തുടങ്ങിയവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, തൃക്കരിപ്പൂർ. നോർത്ത് തൃക്കരിപ്പൂർ ALP സ്കൂളിൽ നിന്നും LSS പരീക്ഷയിൽ സ്കോളർഷിപ്പ് നേടിയ വിദ്യാർത്ഥികൾക്ക് അനുമോദനം നൽകി. ചെറുവത്തൂർ BRC BPO നാരായണൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. കഴിഞ്ഞ LSS പരീക്ഷയിൽ സ്കോളർഷിപ്പ് നേടിയ തൃക്കരിപ്പൂർ ALP സ്കൂളിലെ ദേവിക, ദേവനന്ദ, ശ്രേയ, നന്ദ എന്നീ കുട്ടികൾക്കുള്ള അനുമോദന സദസ്സ് സ്കൂളിൽ ഒരുക്കി. ചെറുവത്തൂർ BRC BPO നാരായണൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. പരീക്ഷ എഴുതിയിട്ട് നന്നായി പഠിച്ച് വിജയിക്കണം. പരീക്ഷ എഴുതി പഠിച്ച് വിജയിക്കണമെങ്കിൽ ഞാനിപ്പോൾ ചോദ്യത്തിന് ഉത്തരം നിങ്ങൾ പറയണം. എല്ലാവരും പറയുക. ഒരു ചോദ്യം ചോദിക്കട്ടെ. ഞാൻ ചോദിക്കുന്ന ചോദ്യം എന്താ അറിയോ? ഇന്ന് രാവിലെ ഒരു സ്കൂളിൽ പോയി. ചടങ്ങിൽ വെച്ച് വിജയികൾക്കുള്ള ഉപഹാരവും നാരായണൻ മാസ്റ്റർ വിതരണം ചെയ്തു. PTA പ്രസിഡന്റ് K. ശശി അധ്യക്ഷത വഹിച്ചു. ഹെഡ് മിസ്ട്രസ് പ്രേമലത ടീച്ചർ സ്വാഗതവും സലാം മാസ്റ്റർ നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, തൃക്കരിപ്പൂർ. പയ്യന്നൂർ നെറ്റ്വർക്ക് ചാനലും വിദ്യാപീഠം കോളേജും സംയുക്തമായി ജൂലൈ 13 വ്യാഴാഴ്ച വിദ്യാപീഠം കോളേജിൽ വെച്ച് സൗജന്യ LDC പരീക്ഷ നടത്തും. കണ്ടങ്ങാളി ശ്രീ പൂന്തുരുത്തി ഊർപ്പഴശ്ശി വെട്ടക്കുതുമ്പകൻ ക്ഷേത്രം അംഗങ്ങളുടെ മക്കളും പേരമക്കളുമായവരിൽ SSLC +2 പരീക്ഷകളിൽ മുഴുവൻ വിഷയങ്ങൾക്കും A+ നേടിയവരെ അനുമോദിക്കുന്നു. അർഹരായവർ ജൂലൈ 18 മുൻപായി ക്ഷേത്രം ഓഫീസുമായോ ഭാരവാഹികളുമായോ ബന്ധപ്പെടുക. 2018 ഫെബ്രുവരി 6, 7, 8, 9 തീയതികളിൽ തായ്നേരി ശ്രീ മുച്ചിലോട്ട് ഭഗവതി ക്ഷേത്രത്തിൽ നടക്കുന്ന പെരിങ്കളിയാട്ട മഹോത്സവത്തിനായുള്ള സാമ്പത്തിക സമാഹരണം ഉദ്ഘാടനം ജൂലൈ 13 വ്യാഴാഴ്ച വൈകിട്ട് 5 മണിക്ക് ക്ഷേത്രസന്നിധിയിൽ നടക്കും. പഴയങ്ങാടി വാടിക്കൽ കടവിലെ PK ദാമോദരൻ നിര്യാതനായി. 59 വയസ്സായിരുന്നു. ഭാര്യ സലീല, സനീഷ്, സരിത, സജ്ന എന്നിവർ മക്കളാണ്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പയ്യന്നൂരിലെ CPM BJP സംഘർഷം. അക്രമത്തിന് ഇരയായവരുടെ വീടുകൾ ജില്ലാ സംസ്ഥാന നേതാക്കൾ സന്ദർശിച്ചു. സംഭവത്തെ തുടർന്ന് BJP ആഹ്വാനം ചെയ്ത ഹർത്താൽ സമാധാനപരം. ഹർത്താലിൽ വലഞ്ഞ മലയോര ജനത. കനത്ത സുരക്ഷയൊരുക്കി പോലീസ്. കൊട്ടത്തലച്ചിമല സാമൂഹ്യ വിരുദ്ധരുടെ സ്വൈര്യവിഹാര കേന്ദ്രമാകുന്നു. പ്രതികൂല സാഹചര്യത്തെ തുടർന്ന് പ്രദേശവാസികൾ സ്ഥലം വിട്ടൊഴിയുന്നതാണ് സാമൂഹ്യ വിരുദ്ധർക്ക് സഹായമാകുന്നത്.
വരുമാനത്തിൽ മുന്നിലെത്തിയിട്ടും പഴയങ്ങാടി റെയിൽവേ സ്റ്റേഷനിൽ അടിസ്ഥാന സൗകര്യ വികസനങ്ങൾ മന്ദഗതിയിൽ. പാർക്കിംഗ് ഏരിയയുടെ അഭാവം പ്രദേശത്ത് അപകടങ്ങൾക്ക് വഴിവെക്കുന്നു. തൃക്കരിപ്പൂർ മാത്തിൽ റോഡിന് ശാപമോക്ഷമായി. മാസങ്ങൾ നീണ്ട പ്രക്ഷോഭങ്ങൾക്കൊടുവിലാണ് പ്രശ്നത്തിന് പരിഹാരമാകുന്നത്. പൊതുയിടങ്ങളിലെ മലിനജലം. കുഞ്ഞിമംഗലം ആണ്ടാംകോവിലിലാണ് പകർച്ചപ്പനിക്ക് സ്വാഗതമോദി മലിനജലം നിറയുന്നത്. നടപടിയെടുക്കാതെ അധികൃതർ. ഇറച്ചിക്കോഴിയുടെ വിലയിടിവ് കോഴി കർഷകർക്ക് വയറ്റത്തടിയാകുന്നു. ഇപ്പോഴത്തെ വില നിലവാരത്തിൽ നഷ്ടം 20 രൂപയിലേറെയെന്ന് കർഷകർ. ന്യൂസ് പൂർത്തിയാവുന്നു. നമസ്കാരം.